ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. ഇപ്പോൾ തട്ടിപ്പിനിരയായ കുറച്ച് പേർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തട്ടിപ്പിനിരയായ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. ചേട്ടാ, പ്രതികളെ പിടികൂടിയിട്ടുണ്ട്, എന്തായിരുന്നു സംഭവം? പ്രതികളിൽ 2 പേരിൽ പിടികൂടിയായിരുന്നു നമ്മുടെ പോർട്ട് സ്റ്റേഷനിൽ. അതിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ പിടികൂടിയിട്ട് ഇപ്പം റിമാൻഡ് ചെയ്ത്, ഒരാളെ ഇന്നലെ നമ്മുടെ കട്ടപ്പന എന്നാണ് പിടികൂടിയെന്നാണ് ഇവിടുന്ന് CS സാർ പറഞ്ഞത്. അപ്പം പുള്ളിയെ കൊണ്ടിപ്പം ഇവിടെ സ്റ്റേഷനിൽ ഹാജരാക്കി ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ 55 പേരാണ് ഇയാളെ ഇതിൽ ലിസ്റ്റിൽ ഇപ്പം തട്ടിക്കപ്പെട്ടിരിക്കുന്നത്. പല മേഖലയിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറേ പേര് ഇവിടെ വന്ന് കൂടിയിട്ടൊക്കെ പോയി. അപ്പോൾ ചാനലുകാർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചതുകൊണ്ട് അവരെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 55 പേര്, ഏകദേശം ഒരു 2.5 കോടി രൂപയ്ക്ക് മുകളിൽ പലരും പല റേറ്റൊക്കെയാണ് പറയണത്. 1,60,000 രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ഈ മാസം 5-ാം തീയതി വരെയും ഇവ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷൻ പുള്ളിയുടെ കയ്യിൽ ഒരു 85,000 രൂപ പുള്ളി ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി പൈസ കയ്യിലും കൊടുത്തെന്നാണ് പറയണത്. അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യവും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. റേഷൻ കാർഡ് പൈസ കൊടുക്കുന്നത് വീഡിയോയിൽ വന്നില്ലേ? അതൊന്ന് കൊടുത്തൊന്ന്. അതല്ല അല്ല ഞാൻ പറഞ്ഞത് അതിന് കൊടുക്കും. ഓക്കെ. ഇല്ല ഇത് വേണം. നമ്മൾ ആൾക്കാർ ഇത് വേണം. അത് ഞാൻ കറക്റ്റാണ്. ഞാൻ പറയുന്നില്ല. പക്ഷേ അതാണ് ഇതിനെ ചേട്ടൻ ചെയ്യാനുള്ള വേറെ ഒന്നുമല്ല. എനിക്കില്ല ചെയ്യാനുള്ള ഒരു നോമിനി. അപ്പം പുള്ളി ഇപ്പം പുള്ളിയുടെ ഒരു സ്ഥിരം തൊഴിലെന്നാണ് ഇപ്പം സാറന്മാർ പറയണത്. ഇതിനെക്കുറിച്ചൊരു വലിയൊരു അന്വേഷണം തന്നെ നടത്താനാണ് സാറന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കേരളം ഒട്ടാകെ ഇതിനെക്കുറിച്ചൊരു വലിയൊരു അന്വേഷണം നടത്തണം. നമ്മളെ പൂന്തറ മേഖലയിൽ തന്നെ ഒരു യൂറോപ്പിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് 3 പേരെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വെച്ചിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവർ ഇതിലോട്ട് വരാനായിട്ട് അവർക്കൊരു മടി. അപ്പോൾ അവർക്ക് ഇങ്ങനെ തട്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതിങ്ങനെ പുറത്ത് വന്ന് പറയാനായിട്ട് അവർക്കൊരു മടിയായതുകൊണ്ടാണ് അത് പുറത്ത് വരാത്തത്. ഏതൊക്കെ തസ്തികകളിലായിരുന്നു ജോലി വാഗ്ദാനം? ഇതിപ്പം നമ്മൾക്ക് ഡ്രൈവറായിട്ടും പിന്നീട് ക്ലീനറായിട്ടും പിന്നെ ക്ലർക്കായിട്ടും ഇങ്ങനെ പല മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പുള്ളി പൈസ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പം നടത്തിയെന്ന് പറഞ്ഞാൽ 85,000 മാസവരുണ്ട്, 1 ലക്ഷം കൊടുത്തവരുണ്ട്, 50,000 കൊടുത്തവരുണ്ട്. പലരും പല എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലർ പകുതി പൈസ ഇപ്പം കൊടുത്തിട്ട് ബാക്കി പൈസ പിന്നെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പുള്ളി ഇതുപോലെ ഒരുപാട് പേര് തട്ടി. ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ പൈസ പോയെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിലവിൽ പുള്ളിക്ക് തിരുവല്ലം സ്റ്റേഷനിൽ കേസുണ്ട്, പൂന്തറ സ്റ്റേഷനിൽ കേസുണ്ട്, പോർട്ട് സ്റ്റേഷനിൽ കേസുണ്ട്, പിന്നീട് മ്യൂസിയം സ്റ്റേഷനിലുണ്ട്, പിന്നീട് അരുവിക്കര സ്റ്റേഷനിലുണ്ട്, നമ്മളെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റേഷനിൽ ഇപ്പോൾ കേസ് ഇവനെതിരെ കിടക്കുകയാണ്. അപ്പോൾ ഇനി മേലുള്ള നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CS സാർ പറയുന്നത് ഇവനെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് വക്കീൽ മുഖാന്തരം കോടതിയിൽ വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം. പ്രതിയുടെ ഒരു സ്ഥിരമായിട്ട് പ്രതി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രതിയുടെ പേരെന്താണ്? പ്രതിയുടെ പേരെന്ന് പറഞ്ഞാൽ അനി ബാബു എന്നാണ് പ്രതിയുടെ പേര്. ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ അനി ബാബു മറിയം എന്നാണ് പുള്ളിയുടെ ഫുൾ നെയിം പറയണത്. അപ്പം പുള്ളിയുടെ ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. അപ്പം പ്രതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈസയും എൻ്റെ അളിയൻ്റെ കയ്യിൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ അളിയനാണ് ഇതിൻ്റെ ആളെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹമല്ലേ താങ്കളെ കോണ്ടാക്ട് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് അദ്ദേഹമായിരുന്നു? പുള്ളിയുടെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പേര് പൂന്തറന്ന് ഒരു 5-6 പേര് പുള്ളിയുടെ പ്രതിയുടെ വീട്ടിൽ പോയിരുന്നപ്പോഴത്തേക്കും പ്രതിയുടെ സഹോദരി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ സെറ്റ് ചെയ്ത് തരാൻ നിങ്ങളൊന്ന് സമാധാനപ്പെടണം, ക്യാഷൊന്നും കൊടുക്കില്ലെന്നാണ് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടത്. അതിന് ശേഷം നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് സമാധാനപ്പെട്ടിരുന്നപ്പോഴത്തേക്കും പ്രതി വീണ്ടും ആൾക്കാരെ തട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം പിന്നെ നമുക്ക് കേസ് കൊടുത്തല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞാണ് പിന്നെ എല്ലാവരും കൂടി കേസിന് ഇറങ്ങിയത്. ഈ കൂട്ടുപ്രതി ആർക്കായിരുന്നു? കൂട്ടുപ്രതി എന്ന് പറയുന്നത് ഈ കൃഷ്ണൻ മുഖാന്തരം എൻ്റെ നാട്ടുകാരനും എൻ്റെ ഒരു അയൽവാസിയും കൂടിയായിരുന്നു ഈ കൃഷ്ണൻ. അപ്പം കൃഷ്ണ മുഖാന്തരമാണ് ഞങ്ങളിവനെ ബന്ധപ്പെടുന്നത്. അല്ല, ഞങ്ങൾക്ക് നേരിട്ട് ഇവനെ അറിഞ്ഞുകൂടാ. കൃഷ്ണൻ വഴിയാണ് ഞങ്ങളിവനെ പരിചയപ്പെടുന്നതും ഞങ്ങൾ പൈസ കൈമാറുന്നതെല്ലാം. അപ്പം കൃഷ്ണനെ പിടികൂടി ഇപ്പം റിമാൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് പിടിച്ചത് കൃഷ്ണനാണ്. അപ്പം ഇവിടെ സാറന്മാരായിട്ട് കുറേ വലിച്ചതിന് ശേഷമാണ് ഈ അനി ബാബുവിനെ പിടികൂടിയത്.
അനുഭവന് സാർ പറഞ്ഞത് കട്ടപ്പന എവിടെ നിന്നാണ് പിടികൂടിയെന്നാണ് സാർ പറഞ്ഞത്. ഇപ്പോൾ ഇനി റിമാൻഡ് ചെയ്യും, പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് തീരുമാനം. പ്രതിയുടെ സഹോദരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്താണ് പറയുന്നത്? അവർ പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാരണവശാലും ചാനലിൽ കൊടുക്കലും വാർത്തയാക്കൽ ചാനലിൽ കൊടുക്കലെന്ന് പറഞ്ഞാൽ ഈ 50 ലക്ഷം രൂപയോളം ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് അവർ ഇങ്ങനെ എല്ലാ നാട്ടുകാരെയും പൈസകൾ വാങ്ങിച്ച് ഇങ്ങനെ കൈ വെച്ചിട്ട് അവർക്ക് ലാലിച്ച് നടക്കുമ്പോൾ ബാക്കിയുള്ളവർ ദുഃഖിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ തോന്നണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാൽ തന്നെയും ഇതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പോകും. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങളിത് പോയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ 55 പേരാണ് തട്ടിപ്പിന് ഇരയായത്. അപ്പോൾ ഇനി പണം തിരിച്ചു കിട്ടുമോ? എന്താണ് പ്രതികൾ പറയുന്നത്? അപ്പോൾ നമ്മളെ വക്കീൽ സാർ മുഖാന്തരം ഞങ്ങൾ ഇനി ഫ്രണ്ടിലോട്ട് പോകാനാണ് തീരുമാനം. അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ കോടതി വഴി നമ്മൾ കോടതി എങ്ങനെയാണോ നമുക്ക് നിയമപരമായിട്ട് നമ്മളെ പൈസ വാങ്ങിച്ച് തരാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ നീങ്ങും. പ്രതിയുടെ കൈവശം പണമുണ്ടോ അല്ലെങ്കിൽ അത് ചിലവാക്കിയോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, സാറ് ഇവിടുന്ന് നമുക്ക് CSR പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയുടെ കയ്യിലൊന്നും ഇല്ല. അപ്പം ഈ പൈസയുടെ സോഴ്സ് എവിടെ പോയി എന്നുള്ളത് സാർ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പ്രതിനെ കൂടെ പിടിക്കാനുണ്ട്. ഒരു ഭീമാവള്ളി സ്വദേശി ഫിറോസ് മുഹമ്മദ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഈ ഭീമാവള്ളി സ്വദേശി ഫിറോസ് മുഹമ്മദ് ഞങ്ങളെ എൻക്വയറിക്കെന്ന് പറഞ്ഞ് ഈ 54 പേരെയും വിളിച്ചത്, ഈ 55 പേരെയും വിളിച്ചത് ഈ ഭീമാവള്ളി സ്വദേശിയാണ്. എല്ലാവരെയും വിളിച്ച് സംസാരിച്ചത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഞങ്ങൾ എൻക്വയറിക്കാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചത് ഈ ഭീമാവള്ളി സ്വദേശിയാണ്. തട്ടിപ്പിനിരെ സ്ത്രീകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ നമ്മളെല്ലാം വിളിച്ചറിയിച്ചിട്ട് ഓരോരുത്തരും ഓരോ ജോലിക്ക് പോയവരും ജോലി തിരക്ക് കാരണം വരാൻ പറ്റാതെ എല്ലാവരും വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4-5 മണിയാകുമ്പോൾ എല്ലാവരും എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് എന്തായാലും കിട്ടണം. പ്രതി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതി ഇനി ഒരു കാരണവശാലും ഒരു മനുഷ്യനെ തട്ടിക്കരുത്. ഒരു മനുഷ്യനെ നിയമപരമായിട്ട് ഇവന് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നിയമം അതായത് എന്താണ് ഇവന് കൊടുക്കുന്നത് ആ ശിക്ഷ ഇവന് കിട്ടിയിരിക്കും. കാരണം ഇവൻ ഒരു മനുഷ്യനെ ഇനി ഇവൻ തട്ടിക്കരുത്. പൈസയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവനൊരു പേടി തോന്നണം. കാര്യം അത്രയും പാവങ്ങളെയാണ് ഇവൻ തട്ടിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അവർക്ക് പുറത്ത് വരാനായിട്ടും കേസ് കൊടുക്കാനായിട്ട് അവർക്ക് അറിയില്ല. രണ്ടാമത് അവർക്കൊരു പേടി. പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിത്തീരും ഏതായിത്തീരും എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവർ പുറത്ത് വരാത്തത്. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതിയുടെ പേര് അനിൽ ബാബു എന്നാണ്. കൂട്ടുപ്രതി ഫിറോസിനെ പിടികൂടിയിട്ടില്ല. കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇവരെ ഈ ഒരു പ്രതിയുമായി പരിചയപ്പെടുത്തിയതൊക്കെ. ഏകദേശം 1.5 ലക്ഷത്തിലധികം രൂപയാണ് ഇവരിൽ നിന്നും പ്രതി തട്ടിയെടുത്തത്. അത് ഇവർക്ക് തിരിച്ചു കിട്ടണം. ഈ ഒരു സംഭവം നടന്നതിന് ശേഷവും പ്രതി ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും പോലീസ് FIR ഇട്ട് പ്രതിയെ റിമാൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.